വാർത്തകൾ തുടരുന്നു. 2010-2011 വർഷത്തെ മലപ്പുറം ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന് ഹൗസിംഗ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ ട്രോഫിയും ക്യാഷ് അവാർഡും നിലമ്പൂർ താലൂക്ക് ഹൗസിംഗ് സഹകരണ സംഘത്തിന് ലഭിച്ചു. എറണാകുളത്ത് നടന്ന ചടങ്ങിൽ ഫെഡറേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിയിൽ നിന്ന് സംഘം പ്രസിഡന്റ് VA കരീം അവാർഡ് ഏറ്റുവാങ്ങി. കരുവാരകുണ്ട് പുന്നക്കാട് നടുക്കുന്നിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ സ്വന്തം വാർത്തകളോട് പറഞ്ഞു. വണ്ടൂർ ബ്ലോക്ക് വിഭജനത്തോടെയാണ് ഇവരുടെ കുടിവെള്ളം മുടങ്ങിയത്. വർഷങ്ങൾക്ക് മുൻപ് പമ്പ് ഹൌസും കൂറ്റൻ ടാങ്കും ഒരുക്കിയിട്ടും പുന്നക്കാട് നടുക്കുന്നിലെ കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായിരുന്നില്ല. പദ്ധതി പൂർത്തീകരിക്കുവാൻ വർഷങ്ങൾ വേണ്ടിവന്നുവെങ്കിലും ഇത് ഒരു കുടുംബത്തിന് പോലും പ്രയോജനം ലഭിച്ചില്ല. പമ്പ് ഹൌസിലേക്ക് വൈദ്യുതി ലഭിക്കാത്തതാണ് പദ്ധതി നീളുവാൻ കാരണമായത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിച്ച് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ചതോടെയാണ് പദ്ധതി എങ്ങുമെത്താതെയായത്. കുടിവെള്ള പദ്ധതിക്കായി 2009-2010 വർഷത്തിൽ 3 ലക്ഷം രൂപ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിക്കുകയും 10,000 ലിറ്ററിന്റെ സംഭരണശേഷിയുള്ള ടാങ്ക് സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. എന്നാൽ വൈദ്യുതി ലഭ്യമാക്കാൻ തുക അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ പദ്ധതി പൂർത്തീകരിക്കാത്തതിനാൽ വണ്ടൂർ ബ്ലോക്കിനും പുതിയ പദ്ധതി ഇല്ലാത്തതിനാൽ കാളികാവ് ബ്ലോക്കിനും പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ തടസ്സമായിരിക്കുകയാണ്. ഇതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നിട്ടിറങ്ങി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നത്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകുകയാണെങ്കിൽ പഞ്ചായത്ത് പദ്ധതി പൂർത്തീകരിക്കും. ഇതിനുവേണ്ട ശ്രമങ്ങൾ നടത്തും. ഇതല്ലെങ്കിൽ ബ്ലോക്കിന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ പഞ്ചായത്തിന് ഫണ്ട് അനുവദിക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടിയും ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കുടിവെള്ള പദ്ധതി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് സാഹിബ് മുഖേന അനുവദിച്ച ഫണ്ടായിരുന്നു. അത് ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടൂർ ബ്ലോക്ക് കാളിയ പഞ്ചായത്ത് കൈമാറിയ കാരണം കൊണ്ടാണ് ഇത്രയും കാലതാമസം നേരിട്ട്. പഞ്ചായത്ത് ബോർഡിൽ ഇടപെട്ട് ബ്ലോക്കിന് പഞ്ചായത്തിന് കൈമാറ്റം ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ കുടിവെള്ളം ഞങ്ങൾക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നു. ചോക്കാട് ഗ്രാമപഞ്ചായത്തിന് കീഴിലെ 6ഓളം സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ വിതരണം ചെയ്തു. 2011-2012 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കമ്പ്യൂട്ടർ വിതരണം നടത്തിയത്. ചോക്കാട് പഞ്ചായത്തിന് കീഴിലെ മമ്പാട്ടുമൂല, കൂരിപ്പോയിൽ, കല്ലാമൂല, പുല്ലങ്കോട്, പെടയന്താൾ, 40 സെന്റ് ഗിരിജൻ കോളനി എന്നിവിടങ്ങളിലെ GLP സ്കൂളുകൾക്കാണ് ബുധനാഴ്ച കമ്പ്യൂട്ടർ വിതരണം ചെയ്തത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. അന്നമ്മ മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അബ്ദുൽ ഹമീദ് കമ്പ്യൂട്ടർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. സലീന, ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് PM. അബ്ദുൽ മജീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും വിവിധ സ്കൂൾ ഹെഡ്മാസ്റ്റർമാരും PTA ഭാരവാഹികളും പങ്കെടുത്ത യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ മാസ്റ്റർ സ്വാഗതവും കല്ലാമൂല GLP സ്കൂൾ അധ്യാപകൻ ജോർജ് മാനുവൽ നന്ദിയും പറഞ്ഞു. ക്രിസ്മസ് അവധി കഴിഞ്ഞ് ഒരു ദിവസം കൂടി അവധി ചോദിച്ചു വാങ്ങി കളിക്കൂട്ടുകാരോട് എന്നേക്കുമായി യാത്രയായ മുഹമ്മദ് അനീസിനെ ഓർത്ത് വിദ്യാലയം വിതുമ്പുന്നു. കുരുന്നിന്റെ വേർപാട് വിദ്യാലയത്തെ ഇരുട്ടിലാഴ്ത്തിയതായി കരുവാരകുണ്ട് തരിശ് GLP സ്കൂളിലെ 1ാം ക്ലാസ് അധ്യാപിക അനിത പറയുന്നു. കഴിഞ്ഞ ദിവസം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ കരുവാരകുണ്ട് അങ്ങാടിയിൽ ഓട്ടോറിക്ഷയും ഗുഡ്സും കൂട്ടിയിടിച്ച് തരിശ് GLP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥി പുൽവട്ട കക്കറയിലെ പൊതുവാച്ചോല മുഹമ്മദ് അഷ്റഫിന്റെ മകൻ മുഹമ്മദ് അനസാണ് മരണപ്പെട്ടത്. കൊച്ചുമിടുക്കന്റെ വേർപാട് താങ്ങാനാവാതെയാണ് കൂട്ടുകാരും അധ്യാപകരും ഇന്നത്തെ ദിവസം തള്ളി നീക്കിയത്. അനസിനെ കുറിച്ച് അധ്യാപിക വിവരിക്കുമ്പോൾ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊടിയുന്നുണ്ടായിരുന്നു. ശരിക്കും എനിക്കും കുട്ടികൾക്കൊക്കെ വിഷമം തന്നെയായിരുന്നു. ശരിക്കും ഞാൻ രാവിലെ വരുമ്പോൾ തന്നെ ടീച്ചർ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട് ഇന്നും എനിക്ക് ക്ലാസ് തന്നെ എടുക്കാം. ഞാൻ ടീച്ചറോട് പറഞ്ഞു ഇങ്ങനെ ടീച്ചറെ ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുകയെന്ന്. പക്ഷെ കുറച്ച് നേരം പിന്നെ ഈ മക്കളെടുത്ത് നമ്മൾ എത്ര നേരം ക്ലാസ് എടുക്കാതിരിക്കുക. അപ്പോൾ പിന്നെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പഠിക്കല്ലേ എന്ന് പറഞ്ഞാൽ എന്നാൽ പഠിക്കാൻ ടീച്ചറെ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് എന്നിട്ട് തന്നെ പഴയ ഒരു ഇതെനിക്ക് കിട്ടുന്നില്ല. 1ാം ക്ലാസ്സിലെ മിക്ക കുട്ടികളും പൊട്ടിത്തെറികളാണെങ്കിലും അനസിന്റെ ശാന്തതയെയും സൗമ്യ സ്വഭാവത്തെയും കുറിച്ച് മാത്രമേ ക്ലാസ് അധ്യാപികയ്ക്ക് പറയാനുള്ളൂ. മറ്റൊരു കുട്ടിയുമായും വഴക്കൂടാത്ത അനസുമായി മറ്റു കൂട്ടുകാരും വഴക്കിടാറില്ല. സൗമ്യമായ കളികളിൽ മാത്രം കൂട്ടുകാരോടൊപ്പം കൂടുന്ന അനസ് ടീച്ചറുടെ കൂടെയായിരിക്കും കൂടുതൽ സമയവും. എഴുത്തും വായനയും പഠിക്കാൻ സദാ ടീച്ചറുടെ കൈയും പിടിച്ച് നടപ്പായിരുന്നു അനസ്. സ്കൂളിനെയും കളിക്കൂട്ടുകാരെയും അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന അനസ് ഒരു ദിവസം അവധി കഴിഞ്ഞ് വൈകുന്നത് പ്രത്യേകം ടീച്ചറോട് പറഞ്ഞതാണ്. കൂടാതെ ഓട്ടോയിൽ വെച്ച് ഉമ്മയോടും ടീച്ചറോട് വിളിച്ചു പറയാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു.
വീട്ടിലേക്ക് 2 കിലോമീറ്റർ അടുത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഒരുപാട് കാലത്തെ അഭിലാഷമായിരുന്ന സൈക്കിളും വാങ്ങിച്ചായിരുന്നു അനസിന്റെ യാത്ര. വീട്ടിലെത്തിയാലുടൻ സൈക്കിൾ ഓടിക്കാൻ വെമ്പി നിന്ന അനസിനെ അപ്രതീക്ഷിതമായാണ് മരണം പിടികൂടിയത്. മരണവാർത്ത അറിഞ്ഞതോടെ വിദ്യാലയത്തിലെ അധ്യാപകരും രക്ഷിതാക്കളും സഹപാഠികളും ഒന്നടങ്കം നടുങ്ങി. വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വിദ്യാലയത്തിന് ചൊവ്വാഴ്ച അവധിയായിരുന്നു. ഇന്ന് വിദ്യാലയം വീണ്ടും തുറന്നതോടെ 1ാം ക്ലാസ്സിലെ മുൻബെഞ്ചിലെ ആദ്യത്തെ സീറ്റ് ഒഴിഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ വിയോഗത്തെ തുടർന്ന് PTA കമ്മിറ്റിയും അധ്യാപകരും അനുശോചന യോഗം നടത്തി. പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി അമരബലം പഞ്ചായത്തിലെ കവളംകട്ട വിശ്വപ്രഭ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബാലസഭാ സംഗമവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കലാപ്രകടനവും മധുര പലഹാര വിതരണത്തോടെ നടന്ന പരിപാടികൾക്ക് KV രാജേന്ദ്രൻ, TA കുഞ്ഞുമുഹമ്മദ്, K ലിനീഷ്, K ഗോപാലകൃഷ്ണൻ, റിൻഡു ജോസഫ്, ഫാത്തിമ മഹനാന, K ശിൽപ, K ഷഫീഖ് എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.